മോളിങ്ങനെ ഒരു ഫ്ലാറ്റ് മേടിച്ചിട്ട് അവർക്ക് അതിൻ്റെ ഇൻറ്റീരിയർ ചെയ്യാനായിട്ട് ഷി വാസ് വെരി പെർട്ടിക്കുലർ ദാറ്റ് ഇറ്റ് ഷുഡ് ബി ഇൻ ദ എന്താ പറയുക പഴയ ഒരു വീട് സ്റ്റൈലും അതേ സമയം കണ്ടംപററിയും കൂടി മിക്സ് ചെയ്തൊരു സ്റ്റൈലിൽ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി അവർ കുറേ അന്വേഷിച്ച് വെബ്സൈറ്റിലും ഒക്കെ നോക്കലും ഒക്കെ ഉണ്ടായി. അങ്ങനെയൊക്കെ നോക്കി UK ഡിസൈൻസ് വളരെ മാച്ചിങ് ആയിട്ട് തോന്നി അതിൽ. അവരെനിക്ക് മനസ്സിലായ ഒരു ബഞ്ച് ഓഫ് യങ്സ്റ്റേഴ്സാണ്. അപ്പോൾ ആദ്യം ചെറിയൊരു കൺസേൺ ഉണ്ടായിരുന്നു, ഇനി അവരുടെയും ഇവരുടെയും നമ്മുടെ ഐഡിയാസും വേവ് ലെങ്ത് ഒക്കെ കുറച്ച് വ്യത്യാസമാണ്. ബട്ട് എനിക്ക് അത് പിന്നീട് അവരായിട്ട് കൂടുതൽ നമ്മൾ സംസാരിക്കുകയും കമ്മ്യൂണിക്കേഷൻ കോർഡിനേഷനൊക്കെ ആയപ്പോൾ ഭയങ്കര അത് നമുക്ക് ഒരു കാര്യം നമുക്ക് നേരെ പറയേണ്ടത് ഒട്ടും ഫോഴ്സ് ചെയ്യില്ലായിരുന്നു നമ്മൾ. അത് നമ്മുടെ ഐഡിയാസ് അവർ പറഞ്ഞ് മനസ്സിലാക്കും. ചിലതൊക്കെ ഒത്തിരി ഔട്ട്ഡേറ്റഡ് ഒക്കെ ആണെങ്കിൽ അവർക്ക് നന്നായി അവർ നമ്മളെ കൺവിൻസ് ചെയ്തിട്ടേ അവർ ഫോർവേഡ് ചെയ്തു. നമുക്ക് ഈ പ്രൊജക്റ്റ് വരുന്ന സമയത്ത് ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടിയ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫ്ലാറ്റായിട്ട് ഫീൽ ആയിരുന്നു എന്നുള്ളതായിരുന്നു. അതായത് നോർമലി ഒരു ഫ്ലാറ്റിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഇൻറ്റീരിയർ ഉണ്ട്. ലക്ഷറിയസ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ കുറേ ലൈറ്റ്സും കുറേ സീലിങ്സും ഫോൾ സീലിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഇൻറ്റീരിയർ കോൺസെപ്റ്റ് ഉണ്ട്. അതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഹോംലി ഫീല് ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു നമുക്ക് കിട്ടിയ ഫസ്റ്റ് റിക്വയർമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. നമ്മളെ നാട്ടിലുള്ള ഒരു തറവാട് വീടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ഞങ്ങൾ ചെയ്യുന്ന നോർമലായിട്ട് റെസിഡൻസ് പ്രോജക്റ്റ് എങ്ങനെയാണോ, ഇൻഡിപെൻഡന്റ് റെസിഡൻസ് പ്രോജക്റ്റ് എങ്ങനെയാണോ, അതുപോലെ ഒരു ഫ്ലാറ്റിനെ കൺവേർട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു പ്രൊജക്റ്റ് ആയിരിക്കും ഫീൽ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഈ പ്രൊജക്റ്റിലേക്ക് എൻ്റർ ആവുന്നത്. What I can tell is their work output is so super and നമുക്ക് വേറെ കൂടുതൽ അങ്ങനെ ഇൻവോൾവ് ചെയ്യേണ്ടിയൊന്നും വന്നിട്ടില്ല. അതെല്ലാം ഭംഗിയായിട്ട് തന്നെ ചെയ്തു. അപ്പം അത് ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഫുൾ നമ്മൾ അതും ഒരു കൺസേൺ ആയിരുന്നു. ഈ മലപ്പുറത്തുനിന്ന് നമ്മുടെ കൊച്ചിയിലൊക്കെ വന്ന് നമുക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും. ബട്ട് എപ്പോൾ വിളിച്ചാലും അവർ കോൾ അറ്റൻഡ് ചെയ്യാനും അവരിവിടെ വന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാനും സോ 100% നമ്മൾ ഹാപ്പി ആയിരുന്നു. ആൻഡ് വി റെക്കമെൻഡ് യുഗ.